നമസ്കാരം. നീണ്ട വാക്ക് തർക്കങ്ങൾക്കും വിലപേശലുകൾക്കും ഒടുവിൽ കർണാടകയിൽ മുൻ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ പരിണമിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ കർണാടകയിൽ ലോക് ഭവനിലെത്തി രാജി സമർപ്പിച്ചു. ഇനി അടുത്ത മുഖ്യമന്ത്രിയായി, കർണാടകത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സ്ഥാനമേൽക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് തന്നെയായിരിക്കും സാധ്യത. കാരണം MLA-മാരിൽ ഏതാണ്ട് 75ഓളം MLA-മാർ DK ശിവകുമാറിനോടൊപ്പമാണ്. പക്ഷേ ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം, കർണാടകയിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ജനപിന്തുണ, അതായത് കോൺഗ്രസ് അനുഭാവികൾ എന്ന് പറയുന്ന ജനവിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്കാണ്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഒരു വളരെ രസകരമായൊരു കാര്യമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഈ പടിയിറങ്ങുന്ന സിദ്ധരാമയ്യ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം 2.5 വർഷം താനും 2.5 വർഷം DK ശിവകുമാറും മുഖ്യമന്ത്രിമാരായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുണ്ടാക്കിയ കരാർ. പക്ഷേ അത് പാലിക്കുവാൻ സിദ്ധരാമയ്യ തയ്യാറായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ച് KC വേണുഗോപാലിന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് DK ശിവകുമാർ. പിന്നെ DK ശിവകുമാറിനെ കുറിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. രാഷ്ട്രീയപരമായി ഏത് തരത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തോടുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തോട്, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോട് ഇത്രയധികം ആത്മാർത്ഥതയും ഒരു വിശ്വസ്തതയും പുലർത്തുന്ന മറ്റൊരു നേതാവ് ഭാരതമൊട്ടാകെ നോക്കിയാലും കോൺഗ്രസ്സിൽ കാണുവാൻ സാധിക്കില്ല. മറ്റൊരു നേതാവിനെയും കാണുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. കാരണം അത്രത്തോളം ഒരു ആത്മാർത്ഥതയും വിശ്വസ്തതയും സോണിയാഗാന്ധി എന്ന വ്യക്തിയോട് DK ശിവകുമാർ പുലർത്തുന്നുണ്ട്. അത് സമ്മതിക്കാതെ തരമില്ല. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്കും വ്യാജഗാന്ധി കുടുംബത്തിനും വളരെയധികം പ്രിയപ്പെട്ടവനാണ് DK ശിവകുമാർ. സിദ്ധരാമയ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനതാ പാർട്ടിയിൽ നിന്ന് വന്ന ഒരു നേതാവ്, വളരെയധികം തന്ത്രശാലിയായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുവാൻ കോൺഗ്രസ്സിന് താല്പര്യമുണ്ട്. പക്ഷേ ഒരു കാലത്തും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു വിശ്വസ്തനായിരുന്നില്ല സിദ്ധരാമയ്യ. പ്രത്യേകിച്ച് അധികാരം തന്നിലേക്ക് എത്തുവാൻ വേണ്ടി ഏത് കളികളും കളിക്കുവാൻ തനിക്ക് യാതൊരു മടിയുമില്ല എന്ന് മുൻകാലങ്ങളിൽ അദ്ദേഹം നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയെ പുറത്താക്കിയാൽ, DK ശിവകുമാറിനെ പുറത്താക്കി, അല്ലെങ്കിൽ ഒരു അപമാനിച്ച് പുറത്താക്കി DK ശിവകുമാറിനെ അധികാരത്തിലെത്തിച്ചാൽ, മുഖ്യമന്ത്രി പദത്തിലെത്തിച്ചാൽ സിദ്ധരാമയ്യ DK ശിവകുമാറിന് ഇല്ലാത്ത തലവേദനകളെല്ലാം ഉണ്ടാക്കുമെന്നുള്ള കാര്യം KC വേണുഗോപാലിനും അറിയാം. KC വേണുഗോപാൽ വഴി ഹൈക്കമാൻഡിനും അറിയാം, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ DK ശിവകുമാറിനോടൊരു വാക്ക് അവർ നൽകിയിരുന്നു. അത് പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ DK ശിവകുമാർ 75 MLA-മാരുമായി ഈ വിശ്വസ്തതയും ആത്മാർത്ഥതയും എല്ലാം ഉപേക്ഷിച്ച് കോൺഗ്രസ് വിട്ടുപോകുവാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വന്നിരുന്നു. ഒരു അന്ത്യശാസനമായി DK ശിവകുമാർ പലതവണ ഈ ഒരു തൻ്റെ അവകാശവാദം ഉന്നയിച്ചതാണ്. പലപ്പോഴും ഹൈക്കമാൻഡ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് വരട്ടെ, നോക്കാം എന്നുള്ള രീതിയിൽ തിരിച്ചയക്കുകയായിരുന്നു. ഇത്തവണ ഒരു അന്ത്യശാസനമായി DK ശിവകുമാർ പറഞ്ഞു, അഭി നഹി തോ കഭി നഹി, ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള വഴികൾ നോക്കുമെന്നുള്ളൊരു അന്ത്യശാസനം ഹൈക്കമാൻഡിന് നൽകിയതിനെ തുടർന്ന് ശക്തമായ സമ്മർദ്ദം സിദ്ധരാമയ്യയ്ക്ക് മേൽ ചെലുത്തി ഒരുവിധ MLA-മാരെല്ലാം കൂടി അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള ഭീഷണി വരെ മുന്നോട്ട് വെച്ചിട്ടാണ് സിദ്ധരാമയ്യയെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കർണാടകയിൽ ഇറക്കി വിടുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പക്ഷേ നിശബ്ദനായി പടിയിറങ്ങിപ്പോകുവാൻ സിദ്ധരാമയ്യയും ഒരുക്കമല്ല. 4 ഉപമുഖ്യമന്ത്രിമാർ വേണം, താൻ പറയുന്ന ആളുകളായിരിക്കണം അവർ മന്ത്രിസഭയിൽ ഇനി ഉണ്ടാകുന്നത്, അതിലൊരാൾ തൻ്റെ മകനായിരിക്കണമെന്നുള്ള ആദ്യത്തെ ഒരു ആവശ്യം സിദ്ധരാമയ്യ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞു. ഈ ആവശ്യം അംഗീകരിച്ച് കൊടുക്കുകയാണെന്ന് കരുതുക. ഇവിടം കൊണ്ട് പ്രശ്നങ്ങൾ തീരുവാൻ പോകുന്നില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനപിന്തുണയുടെ ഒരു ഘടകം പ്രസക്തമാകുന്നത്. കോൺഗ്രസ് അനുഭാവികൾ എന്ന് പറയപ്പെടുന്ന കർണാടകയിലുള്ള ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഒരു വലിയ വിഭാഗം സിദ്ധരാമയ്യയുടെ ഒപ്പമാണ്. അവരാരൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രസക്തമായത് അവിടുത്തെ മുസ്ലിം ജനവിഭാഗമാണ്. രണ്ടാമത്തേത് പിന്നോക്ക വിഭാഗമാണ്. സിദ്ധരാമയ്യയുടെ ജാതിയിൽപ്പെട്ട ആളുകളുടെ ഒരു സാന്നിധ്യം, സിദ്ധരാമയ്യയുടെ പിന്നിൽ അണിയുറപ്പിക്കുന്ന അണികളായുള്ള സാന്നിധ്യം. മുസ്ലിം ജനവിഭാഗമാണ് സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ നൽകുന്നതിൽ ഏറ്റവും ശക്തരായ ഒരു ഘടകം, അല്ലെങ്കിൽ ശക്തമായൊരു ഘടകം. എങ്ങനെയാണ് ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്തുണ സിദ്ധരാമയ്യ നേടിയെടുത്തത്? ഈ പിന്തുണയുടെ ശക്തി അറിയണമെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ AA റഹീം കർണാടകയിൽ പോയി ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുവാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു ചേരി പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ ഒഴിപ്പിച്ചപ്പോൾ, അനധികൃതമായ കുടിയേറ്റം കർണാടക സർക്കാർ ഒഴിപ്പിച്ചപ്പോൾ
AA റഹീം അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുകയും നാണം കെട്ട് മടങ്ങേണ്ടി വരികയും ചെയ്തത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അവിടെ ഈ ജനവിഭാഗങ്ങൾ ഒരു പ്രതിഷേധത്തിനും മുതിരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം അവരുടെ പുനരധിവാസം സിദ്ധരാമയ്യ നോക്കിക്കൊള്ളും എന്നുള്ള കാര്യം. കാരണം ഏത് തലത്തിലേക്കും ഇറങ്ങിച്ചെന്ന് മുസ്ലിം ജനവിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ അവരുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു സ്വാധീനവും ശക്തിയും തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്ന ഒരു ഭരണാധികാരിയായിരുന്നു സിദ്ധരാമയ്യ. അത് ടിപ്പു ജയന്തി ആഘോഷമായാലും ഔറംഗസേബ് നഗറിൻ്റെ നാമകരണമായാലും ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ കല്ലും ബോംബുമൊക്കെ എറിയുന്ന അക്രമകാരികൾക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ എടുത്ത കേസുകൾ ഒഴിവാക്കിയുള്ള പ്രവർത്തികളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രീണനത്തിനും തയ്യാറാകുന്ന ഒരു ഭരണാധികാരിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധരാമയ്യ. അതുകൊണ്ട് തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് വളരെയധികം പ്രിയപ്പെട്ട, പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒരു യൂസ്ഫുൾ ഇഡിയറ്റാണ് ഇപ്പോഴും സിദ്ധരാമയ്യ എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ശക്തമായി ഇപ്പോഴും സിദ്ധരാമയ്യയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. അത് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം MLA-മാർ അധികാരത്തിനെത്തിയതിന് ശേഷം ഒരു പക്ഷേ DK ശിവകുമാറിനൊപ്പമാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് നേരിടുവാനുള്ള ധനം ഒഴുക്കിയത് DK ശിവകുമാർ ആണെങ്കിലും വോട്ട് ജനം തന്നെ ചെയ്യണ്ടേ? ഇവരുടെ ഒരു പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുസ്ലിം ജനവിഭാഗമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നോക്ക വിഭാഗം, സിദ്ധരാമയ്യെ പ്രതിനിധീകരിക്കുന്ന പിന്നോക്ക വിഭാഗം, അവരെക്കാൾ കൂടുതൽ ഈ മുസ്ലിം വിഭാഗം ഉണ്ടെന്നുള്ളത് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ മുസ്ലിം ജനവിഭാഗം സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ നിന്ന് അകന്നാൽ ഭാരതമൊട്ടാകെ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും. കാരണം മുസ്ലിങ്ങളുടെ ഈ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി പരസ്യമായി പറഞ്ഞതാണല്ലോ, മുസ്ലിങ്ങളില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളത്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ DK ശിവകുമാർ നാളെയോ മറ്റന്നാളോ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയാലും അങ്ങനെ അധികാരമേൽക്കുന്ന DK ശിവകുമാറിൻ്റെ മുൻപിലുള്ള ഭരണത്തിനായുള്ള ദിവസങ്ങൾ അത്ര സുഗമമായിരിക്കില്ല. അത് സിദ്ധരാമയ്യ എന്തായാലും ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ സിദ്ധരാമയ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം പരിപൂർണമായി തന്നെ DK ശിവകുമാറും കോൺഗ്രസ് ഹൈക്കമാൻഡും അംഗീകരിച്ചാൽ പോലും അടിസ്ഥാനപരമായി ഇങ്ങനെ പടിയിറങ്ങി പോകേണ്ടി വന്നതിൻ്റെ ഒരു പക സിദ്ധരാമയ്യയ്ക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം സിദ്ധരാമയ്യ എന്ന് പറയുന്നത് അടിമുടി സുഖിമാനായ, ഭരണത്തിലിരുന്ന് സുഖം പിടിച്ചു പോയ, ആ അധികാരം തന്നിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള ആർത്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് ഏറെക്കുറെ സത്യമാണ് താനും. അദ്ദേഹത്തിൻ്റെ മുൻകാല നടപടികൾ പലപ്പോഴായി അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങൾ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അധികാരമേറ്റതിന് ശേഷമുള്ള ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. എന്തായാലും കർണാടക കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, തമിഴ്നാട്ടിലും കോൺഗ്രസ്സിൽ അത്തരത്തിലൊരു സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. കർണാടകത്തിലും അത്തരമൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അസ്വാരസ്യങ്ങൾ കോൺഗ്രസിൻ്റെ അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം നടുക്ക് കൃത്യമായ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഉണ്ട്, KC വേണുഗോപാൽ. എന്താകും കോൺഗ്രസിൻ്റെ ഭാവി എന്നുള്ളത് കണ്ടറിയണം. കോശി എന്ന അയ്യപ്പനും കോശിയിൽ പറഞ്ഞതുപോലെ കണ്ടറിയണം KC എന്ന് പറയുക അല്ലാതെ ഇത്തരത്തിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കരയ്ക്കിരുന്ന് കളി കാണാം. പക്ഷേ കളി കാണുന്നതിനൊപ്പം തന്നെ ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.